ഹാപ്പി അല്ലാത്ത വർക്കിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത്, കൂടുതൽ ഡിപ്രസ്ഡ് ആവും. ഞാനിപ്പോഴും മെച്ചോർഡല്ല. എപ്പോളോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന് ഒഗിൽവി ചാർജ് ചെയ്ത ബ്രാൻഡിങ് എക്സസൈസിന് മാത്രം 30 കോടിയാണ്. ഒഗിൽവി 3 പ്രാവശ്യം ക്വിറ്റ് ചെയ്തതാണ്, 3 പ്രാവശ്യം തിരിച്ചു കയറി. ഏജൻസികളിൽ ഒരു കോമ മാറിപ്പോയാൽ ജോലി പോകും. ഒഗിൽവി ആയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡ് അടുത്ത 4 കൊല്ലം കഴിഞ്ഞത് റിലീസ് ചെയ്യാനുള്ള. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് സെല് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ചായക്കട ഉണ്ട്, അപ്പോൾ ചായക്കടയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നല്ലൊരു ചായക്കട, ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് റിയാലിറ്റി ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചായക്കട. അയാൾ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അയാൾ ലക്ഷക്കണക്കിന് ചായ സെല് ചെയ്യുന്നുണ്ട്. മലപ്പുറത്തു നിന്നുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ മീറ്റ് ചെയ്യും ചായ കുടിക്കാൻ. അപ്പോൾ ഞാനവിടെ ഇവന്മാരെ ഫ്രണ്ട്സിനെയും വിളിച്ച് അവിടെ ചായ കുടിക്കാൻ പോയി. അന്ന് മൊബൈലൊന്നുമില്ല. അപ്പോൾ ലാൻഡ് ലൈനിൽ വിളിച്ച് ഇവന്മാരോട് അവിടെ എത്താൻ പറഞ്ഞു. അങ്ങനെ എത്തി നമ്മൾ ചായ വിളിച്ചിട്ട് നമ്മൾ നാച്ചുറലി നമ്മൾ 3 ആളും അഡ്വർടൈസിങ്ങിൽ ആയതുകൊണ്ട് അഡ്വർടൈസിങ്ങിനെ കുറിച്ച് കുറേ നേരം സംസാരിച്ചു. കുറ്റേ പറയാനുള്ളൂ. അപ്പം അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ ഇത് കേട്ട്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ച്, നിങ്ങൾ അതെ ഒഗിൽവിയിൽ ജോലിയാണോ ചോദിച്ചു. അപ്പോൾ ആന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അയാൾ എനിക്ക് ഫോൺ നമ്പറും കാർഡും തന്നിട്ട് അയാൾ പറഞ്ഞ് രാവിലെ അവിടെ ഇൻ്റർവ്യൂവിന് പോകാം. അന്നാണ് ഞാൻ ഒഗിൽവി കയറി 2000-ൽ. അത് അപ്പോൾ അതാണ് എൻ്റെ ഒരു കരിയർ. പിന്നെ ഓരോയിട്ട് ഒരു അപ്പ് അണ്ടിൽ 2015 ഇപ്പോഴും ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ട്. പിന്നെ അല്ലാണ്ടും ഞാൻ വേറെ ടോപ്പ് ലീഡിങ് ഏജൻസികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. YNRൽ വർക്ക് ചെയ്ത് യങ് റൂബിക്കം എന്ന് പറഞ്ഞിട്ട്, പിന്നെ സാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും എനിക്കൊരു മോൾഡിങ് ഉണ്ടായത് ദുബായിൽ വെച്ചിട്ടാണ്. ഞാൻ അഡ്വർടൈസിങ്ങിൽ ചേരാൻ യാതൊരു പ്ലാനും ഇല്ലാണ്ടാണ് ഞാൻ അഡ്വർടൈസിങ്ങിൽ എത്തിപ്പെട്ട്. ഞാൻ ആനിമേഷനും ഗ്രാഫിക് ഡിസൈനും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റഷ്യയിലുള്ള ഒരു ആർട്ട് സ്കൂളിലാണ് പഠിച്ചത്, പ്രൊഡക്ഷൻ ഡിസൈനും. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1.5 കൊല്ലം പഠിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മോസ്കോ സ്റ്റേറ്റ് ഫൈൻ ആർട്സ് അക്കാഡമി, മോസ്കോ സ്റ്റേറ്റ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിലെത്തിയപ്പോൾ നമ്മളറിയുന്ന ഒരു റിലേറ്റീവ് ഉണ്ട്. അയാൾ ആഡ് ഏജൻസികളുമായിട്ട് കണക്റ്റഡ് ആണ്. അയാളാണ് എനിക്ക് പറഞ്ഞത്, നിങ്ങൾക്ക് എനി ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ ആഡ് ഏജൻസികളാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് റൈറ്റർ ആവാം, അവിടെ ആനിമേറ്റർ ആവാം, ഡിസൈനർ ആവാം, ഇല്ലസ്ട്രേറ്റർ ആവാം, ഐഡിയാസ് മാൻ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഏജൻസി നോക്കുന്നത്. ദ പേഴ്സൺ വിത്ത് ദി ഐഡിയ ആൻഡ് ദ ടാലൻറ്റ് ടു എക്സിക്യൂട്ട് ഇറ്റ്, അത് രണ്ടും വേണം. അപ്പം അത് അങ്ങനത്തെ ആൾക്കാരെയാണ് അവർ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കുറേ സ്ഥലത്ത് കറങ്ങി ഏകദേശം 6 മാസം എടുത്ത് ഫസ്റ്റ് ബ്രേക്ക് കിട്ടാൻ. അത് ഭാഗ്യത്തിന് മാത്യു ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ യങ് റൂബിക്കം എന്ന് പറഞ്ഞ ഏജൻസീൻ്റെ മിഡിൽ ഈസ്റ്റ് ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. മലയാളിയാണ്, കോട്ടയക്കാരനാണ്. അയാളാണ് എന്നെ ഇൻഡസ്ട്രിയിൽ എത്തിച്ചത്. പ്ലീസ് ഗൂഗിളിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ അതിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അവിടെ ജോയിൻ ചെയ്തത് ഫസ്റ്റായിട്ട് സീനിയർ വിഷ്വലൈസറായിട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ദിവസം ക്രിയേറ്റീവ് ഡയറക്ടർ കസാലയിലൊന്നും പിടിച്ചിരുത്തൂല കയറിയ പാടന്നെ. അപ്പം ആ ഒരു പൊസിഷനിലെത്താനുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗോൾ ഉണ്ടായിരുന്നു ലൈഫിൽ. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ കാട്ടിയും പിന്നെ ജൂനിയറായിട്ടുള്ള വളരെ ടാലൻറ്റഡ് ഉള്ള ആൾക്കാരെ എൻ്റെ മേലെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങളെ ടാലൻ്റ് അനുസരിച്ചിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒഗിൽവിയിൽ നല്ലൊരു ക്രിയേറ്റീവിനെ നേർച്ചർ ചെയ്യുന്നൊരു കൾച്ചർ പിന്നെ ഒഗിൽവിയിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം CV പോകുന്നത്. ഡെയിലി ഒരു 1000-1500 CV വരും അവിടെ. അപ്പോൾ ഞാനും വാസ്ത കൊണ്ട് കിട്ടിയാണ്. ഒരാൾ എന്നെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് കിട്ടിയത്, അല്ലാണ്ട് എൻ്റെ ടാലൻ്റ് കൊണ്ടല്ല. എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോഴും എൻ്റെ പോർട്ട്ഫോളിയോ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആയിരിക്കണത്. എപ്പോഴും നിങ്ങളെ പോർട്ട്ഫോളിയോനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം, നോൺ സ്റ്റോപ്പ് ബിൽഡിങ് ആയിരിക്കണം, അതൊരിക്കലും നിൽക്കരുത്. അപ്പം ഒഗിൽവി ഇങ്ങനത്തെ കൾച്ചറെല്ലാം ഭയങ്കരമായിട്ട് പിന്നെ നർച്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയുള്ള സിസ്റ്റം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവർക്ക് ഒരു ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഫിലോസഫി ഉണ്ട്. നമ്മളുള്ള കാലത്ത് ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് IAS എഴുതുന്നതിന് തുല്യമായിരുന്നു.
പിന്നെ ഒരു DNA ടെസ്റ്റ് ഉണ്ട് ബാംഗ്ലൂർ. അപ്പം അത് പാസ്സാവണം. അത് നിങ്ങളോട് അവർ പറയില്ല, അത് ഇൻ്റർവ്യൂന്ന് അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഒഗിൾവി DNA ആയിട്ട് കണക്റ്റ് ആകുന്നുണ്ടോയെന്ന്. അങ്ങനത്തെ ആൾക്കാരെ പൊതുവേ ഹയർ ചെയ്യാറുള്ളൂ HR. പിന്നെ അതുപോലെ തന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ വിട്ടുപോയിട്ട് 8 കൊല്ലത്തിന് ശേഷം വീണ്ടും അതിൻ്റെ HR കോൺടാക്ട് ചെയ്തിട്ട് ബാംഗ്ലൂർ താല്പര്യമുണ്ടോ എന്നെല്ലാം ചോദിച്ചു. ഞാനില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ അഡ്വർടൈസിങ് ഏജൻസി വിട്ട്, പക്ഷേ ഫുൾ ടൈം വർക്കിംഗ് വിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് കൺസൾട്ട് ചെയ്യുകയാണ്. പിന്നെന്താണ് ഒഗിൾവിയിലുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കോപ്പി റൈറ്റിംഗ് ഉണ്ടോ? ഉണ്ട്. അപ്പം കോപ്പി റൈറ്റിംഗ് WPP എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്ക് ആണ് ഒരുവിധം എല്ലാ അഡ്വർടൈസിങ് ഏജൻസികളും ഇന്ത്യയിൽ ഓൺ ചെയ്യുന്നത്. അതുപോലെ പബ്ലിസിസ് ഉണ്ട്, പിന്നെ ഇൻ്റർ പബ്ലിക് ഉണ്ട്, അങ്ങനെ കുറേ കമ്പനികളുണ്ട് അഡ്വർടൈസിങ്ങിൽ ഭയങ്കര ഷെയറുള്ള. അപ്പം ഈ നെറ്റ്വർക്ക് ഏജൻസികളിലും ഡിസൈൻ കമ്പനികളിലും റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാൻ ഒരു എന്താ പറയുക, ഒരു വലിയൊരു കേന്ദ്രമാണിത്. അത് ബാംഗ്ലൂരോ ബോംബെയിലോ പോകണം. പിന്നെ ഇനിയിപ്പം ഫ്യൂച്ചറിൽ കേരളത്തിലോ പിന്നെ തമിഴ്നാട്ടിലോ വരുമോ, പക്ഷേ കർണാടകയിലോ മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്ഥലം ഇത് പഠിക്കാൻ. ഒഗിൾവി അതിലൊരു അൾട്ടിമേറ്റ് ആയിരുന്നു കോപ്പി റൈറ്റിംഗ്. അത് ഇന്ത്യൻ ഏജൻസികൾ തന്നെ വേൾഡ് വൈഡ് നെറ്റ്വർക്കുകളിലും അവാർഡ്സുകളിലും ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുള്ള ഒഗിൾവി കണ്ടമാന അവാർഡ്സ് വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ വൺ എന്ന് പറഞ്ഞ അവാർഡുണ്ട്, പെൻസിലുണ്ട്, ക്ലിയോ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ ക്ലിഞ്ച് ചെയ്യാൻ കാരണം ഇതാണ്, ഇവർ റൈറ്റിംഗ് എങ്ങനെ നർച്ചർ ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ ആർട്ടും നർച്ചർ ചെയ്യുന്നുണ്ട് അവിടെ, ഡിസൈനും നർച്ചർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നല്ല, കാരണം അവിടെ ക്രിയേറ്റീവ് ഡയറക്ടർമാരെ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാർ പിന്നെ വളരെ കേപ്പബിളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ അടുത്തുനിന്നും കിട്ടുന്ന നോളജ്, അപ്പോൾ നമുക്ക് ഈ ഒഗിൾവി കൾച്ചറിൽ ഒരു വർക്ക് മാത്രമല്ല, ഇറ്റ്സ് പ്രിറ്റി ഹാർഡ് വർക്ക്. പിന്നെ ബേണിംഗ് മിഡ് നൈറ്റ് ഓയിൽ എന്നെല്ലാം പറഞ്ഞിട്ട് രാത്രി മുഴുവൻ വർക്ക് ഉണ്ടാവും. ചില പിച്ച് വരുമ്പോൾ, ക്ലയൻറ്റിനെ പിച്ച് ചെയ്യുമ്പോൾ പിന്നെ ഒരു 20-25 ദിവസം ഇതുപോലെ പണിയുണ്ടാവും. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു ഹാങ് ഔട്ടും ഉണ്ട്. അത് ഭയങ്കര ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഹാങ് ഔട്ടുകളാണ് അവരായിട്ട് കൺവേർട്ട് ചെയ്യാത്. അത് ബാറ് പോക്കായാലും കോഫി ഷോപ്പ് പോയി കഴിഞ്ഞാലും ഡിസ്കോയിൽ പോയാലും നമ്മളെല്ലായിടത്തും പോകും. എല്ലാ ആഴ്ചയും പല സ്ഥലങ്ങളും കണ്ടുപിടിച്ചിട്ട് പോകും. അത് ഇൻ്റേർണലി തന്നെ കമ്പനി ഫണ്ട് ചെയ്യേണ്ടത് ഈ ഒരു ഇൻട്രാക്ഷൻ, കോഫി ഷോപ്പ് പോയിട്ടോ റെസ്റ്റോറൻറ്റ് പോയിട്ടോ ക്ലബ്ബുകളിൽ പോയിട്ടോ. അപ്പോൾ അവിടുന്ന് ഭയങ്കര ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പീയൂഷ് പാണ്ഡേനെ കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഭയങ്കര എൻകറേജ് ചെയ്യുന്നുണ്ട്. അയാൾ എല്ലാ കൊല്ലവും ഒഗിൾവിൻ്റെ 100-100 സ്റ്റാഫിനെ പേഴ്സണൽ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാർട്ടികൾ ഓർഗനൈസ് ചെയ്യുന്നു. അവിടുന്നൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതന്നെയാണ്. അല്ലാണ്ട് ഞാൻ ഭയങ്കര ആയിട്ടൊന്നുമല്ല, പക്ഷേ ജനറലി അങ്ങനെയൊക്കെ നേർച്ചർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഒഗിൾവിക്കുണ്ട്. ഇപ്പോഴും അവർ വിട്ടുപോയ ആൾക്കാരെ തിരിച്ച് വിളിക്കും. പിന്നെ അത് കാരണം ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്ക് കൾച്ചർ ഉണ്ട്. അത് സർവൈവ് ചെയ്യണം, ഹാർഡ് വർക്കാണ്. അത് മാനേജ്മെൻറ്റും നല്ലതാണ്. അത് സാക്ഷിയും അതുപോലെ തന്നെ നല്ലൊരു ഏജൻസിയാണ്, നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. അങ്ങനെ കണ്ടമാന ഏജൻസികളുണ്ട് ഇന്ത്യയിൽ, നല്ല പേരെടുത്ത. പിന്നെ മറ്റെന്താണ് പുതിയ ഡിജിറ്റൽ ഏജൻസി, ഞാൻ പെട്ടെന്ന് മീഡിയ മോങ്സ് നല്ലൊരു ഏജൻസി, ഷ്ബാഗ് നല്ല ഏജൻസിയാണ്. അപ്പോൾ ഒരു പിന്നെ വർക്ക് കൾച്ചർ ഉണ്ട് അവിടെ. പിന്നെ പേർക്സ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ കമ്പനികൾ നിങ്ങൾക്ക് ഒരിക്കലും ഫ്രീലാൻസിലൂടെ ഒന്നും അത് നേടാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പിന്നെ പേർക്സ് ഉണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒഗിൾവിൻ്റെ പേർക്സ് ഹൈ ആണ്, സാലറി കുറവാണ്. സാലറി കമ്പാരിറ്റീവ്ലി കോമ്പറ്റീറ്റീവ് ഏജൻസികളായ പിന്നെ ജെ ബോൾഡർ തോംസൺ, ഹിന്ദുസ്ഥാൻ തോംസണോ പിന്നെ വേറെ കമ്പനികളോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം, മെക്കാനിക് റിക്സണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശമ്പളം കുറച്ച് കുറവാണ്. പക്ഷേ ഞങ്ങൾക്കുള്ള ആക്സസ്, ഇപ്പോൾ ഞാനിപ്പം ഒഗിൾവി ബോംബെയിലുണ്ടെങ്കിൽ
എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ഫോട്ടോഗ്രാഫർ ഡിസൈനറെ കാണാൻ പറ്റും. ഡെയിലി പ്രൊഫൈലുണ്ട് കയ്യിൽ, വിളിച്ചാൽ പട്ടി പോലെ ഓടി വരും. മനസ്സിലായില്ലേ? അപ്പം പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ വിളിക്കും. ഇതൊരു ആക്സസ്സാണ്. നമുക്കിപ്പോൾ സേഫ് പട്ടോടീനെ വിളിക്കാം. നമ്മൾ വിളിച്ചിട്ടുണ്ട് പിന്നെ മോഡലാക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ അങ്ങനെ പലവരെയും വിളിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം കുറേ ആക്സസ് പേർക്സ് ഇതുപോലെ. പിന്നെ ദീപാവലിക്ക് ബോണസ് ഉണ്ടാവും. കമ്പനീൻ്റെ ഒരു ക്ലയൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കട്ട് തരും. പിന്നെ ഇന്ത്യയിലും ഏഷ്യയിലുള്ള ടോപ്പ് സ്റ്റാർ ഹോട്ടലുകളിൽ ഹോളിഡേയ്സ് തരും. ഇങ്ങനെ കുറേ പേർക്സ് ഉണ്ട്. പിന്നെ പിന്നെ അങ്ങനെ പിന്നെ ശമ്പളം കൂടാണ്ട് ഇങ്ങനെ പേർക്സും ആക്സസും കാര്യങ്ങളും ഉണ്ട്. ഫോട്ടോഗ്രാഫർമാരായിട്ടോ ഫിലിമുകാരായിട്ടോ അങ്ങനെ ആക്സസ് ഉണ്ട്. ഈവൻ നമ്മൾ പ്രിയദർശന സമൺ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിയേറ്റീവിനോടുള്ള ആക്സസ് കൂടും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ. പിന്നെ നല്ല ബുക്സ്, നല്ല മ്യൂസിക്. അപ്പോൾ ഇതാണ് വേണ്ടിയ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ. ഒരു ഐഡിയൽ ഒരു ആർട്ട് ഡയറക്ടർ ആവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇതായിരിക്കും നിങ്ങളുടെ ലൈഫ് ഗോള്. അപ്പം പിന്നെ ഒരു ഏജൻസിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് അച്ചീവ് ചെയ്യാൻ നോക്കുക. പിന്നെ ബാംഗ്ലൂരോ ബോംബെയിലോ ദുബായിലോ പിന്നെ കൊച്ചിയിലോ പോയിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ നോക്കുക. അത് കോഴിക്കോട് അവിടെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ പല ഏജൻസികളും കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ഓരോ അവിടെ എത്തിയിട്ടില്ല, കൊച്ചിയിലുള്ള പോലെ എത്തിയിട്ടില്ല. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നല്ല ക്രിയേറ്റീവ് ഡയറക്ടർമാരുണ്ട്, പിന്നെ വളരെ നോളജബിൾ ആയിട്ടുള്ള. അതിൻ്റെ ഒരു ലാക്ക് ഞാൻ കോഴിക്കോട് കണ്ട്, എന്നാലും ഇല്ല എന്നല്ല, ആൾക്കാരുണ്ട്. അവരൊന്നും ഇവിടെ നിൽക്കില്ല. അതാണ് വേറൊരു പ്രശ്നം. ഇൻഡസ്ട്രി വളരാത്തതുകൊണ്ടും ക്ലയൻസിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അത് ശരിയാവും. അപ്പം അതാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഈ പറഞ്ഞ ഏജൻസികളുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഭയങ്കര ക്രിയേറ്റീവ് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. അതെ അതെ അതെ. ഡിസൈൻ ആണെങ്കിൽ പെൻറ്റഗ്രാം നല്ലൊരു ഏജൻസിയാണ്. അങ്ങനെ പെൻറ്റഗ്രാം പോലെ വേറെയും കുറേ ഏജൻസി ഡിസൈൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഓക്കെ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ബാക്കോട്ടേക്ക് പോകണം. ഡിസൈൻ ജേർണലിസ്റ്റുകളുടെ കാലമാണ്. Saying that you started as a designer and at what point you figured out even നമ്മുടെ കോഴ്സസ് ഇവിടെയുള്ള കോഴ്സ് സ്ട്രക്ചർ ചെയ്തത് ഒരു ഡിസൈൻ ജേർണലിസ്റ്റ് എത്തണം എന്നുള്ള ആഗ്രഹത്തോട് ക്രിയേറ്റീവ് ഡിസൈൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. വീഡിയോ എഡിറ്റിംഗും ഗ്രാഫിക് ഡിസൈനിങ് എല്ലാം ജേർണലിസ്റ്റിന് എന്തൊക്കെ അറിയണോ സ്ട്രക്ചർ ചെയ്തിട്ടാണ്. സോ അറ്റ് വാട്ട് പോയിന്റ് ജീവിക ഈ പറഞ്ഞ ഒരു ഡിസൈനർ എന്നുള്ളൊരു ഇത് ചൂസ് ചെയ്തു? പിന്നെ ഏത് പോയിന്റിലാണ് ഇതിനേക്കാൾ ജേർണലിസ്റ്റ് ആവണമെന്നുള്ള ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡെഫിനറ്റ്ലി നമ്മളെ കാലത്ത് പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈനർ, ഒരു ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ പിന്നെ എസ്പയർ ചെയ്യുന്നത് പിന്നെ ആർട്ട് ഡയറക്ടർ ആവാനാണ്. അപ്പോൾ ആർട്ട് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഡയറക്ടർ ആവാൻ എളുപ്പമാണ്. ഇതാണ് ഏജൻസിയിലുള്ള ഹൈറാർക്കി, അങ്ങനെയാണ് പറയുന്നത്. അപ്പം പിന്നെ അപ്പോൾ അത് പിന്നെ ആവാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഓവർ ദ ഇയർ പിന്നെ വിഷ്വലൈസറായി, ആർട്ട് ഡയറക്ടറായി, സീനിയർ ആർട്ട് ഡയറക്ടറായി, പിന്നെ ക്രിയേറ്റീവ് കൺട്രോളറായി, പിന്നെ അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറായി, ഇപ്പം ചീഫ് ക്രിയേറ്റീവ് ഓഫീസറാണ്. അപ്പോൾ പിന്നെ ഈ പക്ഷേ എപ്പോഴും ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളെന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പം എല്ലാം ഒന്നും എനിക്ക് പറ്റില്ല. ഞാൻ എഴുതും, കോപ്പി എഴുതും, പിന്നെ ആർട്ട് ഡയറക്റ്റ് ചെയ്യും, ഡിസൈൻ ചെയ്യും. അപ്പം ഞാനതിലാണ് ഫോക്കസ് ചെയ്ത്. പിന്നെ ഇത് ഈ ഒരു നോളജ് തന്നെ എനിക്ക് പീയൂഷ് പാണ്ഡേനെ പോലത്തെ ആൾക്കാർ തന്ന. പിന്നെ പീയൂഷ് പാണ്ഡെ ഒരു ദിവസം പിന്നെ ഒഗൽവിയിൽ എല്ലായിടത്തും പിന്നെ സ്മോക്ക് ചെയ്യാനും കോഫി കുടിക്കാനും ഒരു ബാൽക്കണി ഉണ്ടാവും ബിൽഡിങ്ങിലാണെങ്കിൽ, എല്ലാ ഒഗൽവി ഓഫീസുകളിലും പിന്നെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും. അപ്പം പിന്നെ കഫേ കൂടാണ്ടും സ്പോർട്സ് ഇത് കൂടാണ്ടും ഒരു ബാൽക്കണി ഉണ്ടാവും ഇതുപോലത്തെ, ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അവിടെ പിന്നെ ഒരു ദിവസം ഇരിക്കുമ്പോൾ പീയൂഷ് അവിടെ വന്ന്, അപ്പോൾ നമ്മളോട് അയാളെ കിട്ടലേ ഇല്ല സംസാരിക്കാനൊന്നും. അപ്പോൾ അയാൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഇമേജും പിന്നെ ടെക്സ്റ്റും, ഇത് എന്നോട് 10-16 വർഷം മുന്നേ പറഞ്ഞ ഇമേജും ടെക്സ്റ്റും പിന്നെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാമെന്നായിരിക്കണം നിങ്ങൾ ഫോക്കസ്.
അപ്പം പിന്നെ അതൊരു ബേസിക് നോളജാണ്. പക്ഷെ അതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. പിന്നെ നമ്മളെല്ലാം കുറേ ആൾക്കാർ അപ്പം പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ഇമേജും ടെക്സ്റ്റും. അത് വെച്ചിട്ട് ഇൻ്റർപ്ലേ ചെയ്യുക, എന്നിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കുക. പിന്നെ ഇത് ക്രിയേറ്റീവ്ലി എങ്ങനെ ചെയ്യണം എന്നാണ് ഫോക്കസ്. അതെങ്ങനെ വേറിട്ട് വെക്കും, അതിനൊരു യുണീക്നെസ് എങ്ങനെ കൊണ്ടുവരും. അപ്പം പിന്നെ വേറെ എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? ഹൈറാർക്കിനെ പറ്റി അറിയുകയാണെങ്കിൽ പിന്നെ വലിയ ഹൈറാർക്കിയാണ്. പിന്നെ ഒരു പിന്നെ മൾട്ടി സ്ട്രക്ചറിൽ ഒരു ഏജൻസിയിൽ പിന്നെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, പിന്നെ ക്രിയേറ്റിവിറ്റി ടീം വർക്കാണ്. അപ്പോൾ നിങ്ങൾ ആർട്ട് ഡയറക്ടർ ആണെങ്കിൽ നിങ്ങളൊരു സീനിയർ കോപ്പിറൈറ്ററായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ രണ്ടാളും ഒരു ഇപ്പോൾ ഡിസൈനറായി ആർട്ട് ഡയറക്ടറായി ഫോർ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങളൊരു സീനിയർ കോപ്പിറൈറ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വിചാരിച്ചോ. അപ്പോൾ ഒരു സീനിയർ റൈറ്ററും ഞാനും ഒരു ക്രിയേറ്റീവ് കൺട്രോളറെ പോലത്തെ, ഏജൻസികളിൽ അതാണ് പേര്, ക്രിയേറ്റീവ് കൺട്രോളർ, ഇല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് പിന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അവർ ഇൻടേൺ പിന്നെ ക്ലയൻറ്റ് സർവീസിങ് ഡയറക്ടർമാരുമായിട്ടും ക്ലയൻറ്റിനെ കാണുന്ന ആൾക്കാരുമായിട്ടും പിന്നെ പ്ലാനർമാരും ഫിനാൻഷ്യൽ ടീംസും ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മുകളിൽ ഒരാളുണ്ടാവും. ഇയാൾ പിന്നെ കമ്പനീൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കും. ഇയാളെ കീഴിൽ സിഇഒമാരുണ്ടാവും. അതിൻ്റെ താഴെ ക്ലയൻറ്റ് സർവീസിങ് ഡയറക്ടർമാർ, ക്രിയേറ്റീവ് ഡയറക്ടർമാർ, പ്ലാനിങ് ഡയറക്ടർമാർ, മീഡിയ പ്ലാനേഴ്സ്, പിന്നെ റിസർച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് റിസർച്ച്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് റിയൽ ടൈം ഡേറ്റ ഉണ്ടാവുക. അവരാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തരുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴോ ഒരു കോണ്ടൻറ്റ് കോപ്പി എഴുതുമ്പോഴോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനോടാണ്. അപ്പോൾ ഏത് തരം ടാർഗറ്റ് ഓഡിയൻസ്, അയാൾക്ക് എത്ര വയസ്സുണ്ട്, അയാൾ എന്തൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ ഈ സ്ത്രീ എന്തൊക്കെ ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ ഡേറ്റ അവരെ കയ്യിലുണ്ടാവും. ആ ഡേറ്റ കിട്ടാൻ ഭയങ്കര പണിയാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു ആക്സസ്. വലിയ മില്യൺസിൻ്റെ ഡേറ്റ ഇത് ഇവരെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഒരു കേപ്പബിളാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ക്യാരക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും, യൂസർ പ്രൊഫൈൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരും. അപ്പോൾ ഓരോടും നിങ്ങൾ സംസാരിക്കുക. ദാറ്റ് ഈസ് ഹൗ എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഉണ്ടാവുന്നത്. അപ്പം പിന്നെ ഹൈറാർക്കിയിൽ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും. ടീം വർക്കാണ്. അപ്പം പിന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അപ്പോൾ ഇതൊരു പിരമിഡ് പോലെ എല്ലാ ഓർഗനൈസേഷനിൽ പിന്നെ ഹൈറാർക്കിൻ്റെ പിരമിഡ് ഉണ്ട്. ആ പിരമിഡിൽ എങ്ങനെ നിങ്ങൾ സർവൈവ് ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് നല്ല പേഴ്സണൽ സ്കിൽ ഉണ്ടാവണം. ഞാൻ പലരോട് പറയാറുണ്ട്, പിന്നെ ഇവിടെ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാറില്ല കോഴിക്കോട് നിന്നുള്ള പിന്നെ ഡിസൈനർമാരിലും റൈറ്റർമാരിലും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡില്ല. ഒരു താങ്ക് യു ഇല്ല, ഒരു ഫോളോ അപ്പ് ഇല്ല. പിന്നെ എന്തെങ്കിലും ചെയ്താലും എന്തെങ്കിലും ചോദിച്ചാലും അതിന് ഉത്തരമില്ല, സംസാരിക്കില്ല, കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓഗിൾബി പോലത്തെ ഏജൻസിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഹൈറാർക്കിയിൽ ഇതെല്ലാം HR ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു പിരമിഡ് ഉണ്ട്. ഈ പിരമിഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ക്രിയേറ്റീവ്ലി എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലും നിങ്ങളെപ്പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയും ബിസിനസ്സും ഇത് രണ്ടും മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഏജൻസീൻ്റെ ഉള്ളിലുണ്ടാവുക. ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് കാശ് വേണം. കാശില്ലാണ്ട് പിന്നെ ലോകത്തൊരു വിലയില്ല. ഈ കാശ് ഉണ്ടാക്കണമെങ്കിൽ ക്രിയേറ്റിവിറ്റി എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് പഠിക്കണം. അതിൻ്റെ വിദ്വാന്മാരാണ് ഈ ഏജൻസിയിൽ മറ്റേ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ. നമ്മൾ ഓരോ ഏജൻസിയിൽ തമാശക്ക് വിളിക്കൽ പോസ്റ്റ്മാൻ എന്നാണ്. പിന്നെ അപ്പം പിന്നെ സൂട്ട് എന്ന് വിളിക്കും ഇടയ്ക്ക്. അങ്ങനെ 2 പേരുണ്ട് എനിക്ക്. അപ്പം പിന്നെ ഈ സൂട്ടന്മാരും ഈ ഈ ഈ ടീംസ് ഇവരെല്ലാം സ്കീമർമാരാണ്. ഇവരിങ്ങനെ സ്കീം ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്കീമർമാർ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം ക്രിയേറ്റീവ്സിന്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് സെല്ല് ചെയ്യാൻ പഠിക്കണം.
അപ്പോൾ നിങ്ങളൊരു ഡിസൈൻ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഐഡിയ എങ്ങനെ സെല്ല് ചെയ്യണം വളരെ ക്ലെവറായിട്ട് ഓർക്ക് എങ്ങനെ അത് വിൽക്കണം അതവർ മറച്ച് വിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരെ പോസ്റ്റ്മാൻ എന്ന് വിളിക്കുന്നത്. പിന്നെ അതവർ മറച്ച് വെക്കും. നമ്മളെ ഐഡിയാസ് കൊണ്ടുപോയിട്ട് ക്ലയൻറ്റിന് ഡെലിവർ ചെയ്തിട്ട് ക്ലയൻറ്റിനെ കൊണ്ട് സമ്മതിപ്പിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോളോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന് ഒഗിൽവി ചാർജ് ചെയ്ത ബ്രാൻഡിങ് എക്സസൈസിന് മാത്രം 30 കോടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് 30 കോടി അവർ സ്പെൻഡ് ചെയ്തു? അപ്പം പിന്നെ അത് ഈ പോസ്റ്റ്മാൻമാരുണ്ടായോണ്ടാണ് നമ്മൾ കളിയാക്കി വിളിക്കുന്നത്. അപ്പം പിന്നെ അവന്മാരാണത് വിറ്റത്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർക്ക് അത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സൂട്ടിനെ പോസ്റ്റ്മാനെ ഏൽപ്പിക്കുക, ഓരോ കൃത്യം കൊണ്ടേ വിറ്റോളും. അപ്പോൾ ഒരു പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പോസ്റ്റ്മാൻമാർക്കും ഈ സൂട്ടന്മാർക്കും ഐഡിയാസ് വിൽക്കാനുള്ളൊരു കേപ്പബിലിറ്റി വേണം. പ്ലാൻ ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ക്രിയേറ്റിവിറ്റി അപ്പോൾ ഒരു വിൽക്കാണ്. ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ പിന്നെ ഡിസൈൻ പ്യുവർലി ബിസിനസ്സാണ്. ഇതിൽ കമേഴ്ഷ്യൽ വയബിലിറ്റിയെ നോക്കുള്ളൂ, ആ ഡിസൈൻ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. അതെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അപ്പോൾ ഹയറാർക്കി എങ്ങനെയാണ് നടക്കുന്നത്? അതെ, ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു പ്രസ്റ്റീജ് ആയിട്ട് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എവരി വൺ ഈസ് ക്രിയേറ്റീവ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മളിവിടെ പഠിക്കുന്ന കോഴ്സ് ക്രിയേറ്റീവ് ഡിസൈൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഒരു ക്രിയേറ്റീവ് ഡിസൈനർ എന്ന് വെച്ചാൽ അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിളിക്കാൻ പറ്റും, അഡ്രസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ക്രിയേറ്റീവ് ഡിസൈനറാണെന്നുള്ളത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, എല്ലാവരും ക്രിയേറ്റീവാണ്. എല്ലാവരും ക്രിയേറ്റീവാണ്. പോലീസുകാരനും ക്രിയേറ്റീവാണ്. ക്രിയേറ്റിവിറ്റി എല്ലാ ഹ്യൂമൻ ആയിട്ടുള്ള ആൾക്കാർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് നമ്മളെ അത് ഇൻവെൻറ്റീവ് ആവാന്നുള്ള, നമ്മളെല്ലാവരും ഇൻവെൻറ്റീവാണ്. പിന്നെ പലതും ഇൻവെൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നു. എങ്ങനെ ഒരു സാധനത്തിന് സൊല്യൂഷൻ കാണുക, അതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിക്ക് ഒരു ലാർജർ മീനിങ് ഉണ്ട്, ബ്രോഡ് ടേമാണ്. പിന്നെ അത് ഒന്നിലും ഒതുങ്ങാൻ പറ്റില്ല. പിന്നെ സ്വത്വമല്ല. പിന്നെ അത് എല്ലാവർക്കും ക്രിയേറ്റീവ് ആകാൻ പറ്റും. ഞാൻ മാത്രം ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് ഡിസൈനർ എന്ന് വിളിക്കേണ്ട, ഡിസൈനർ എന്ന് മാത്രം വിളിച്ചാൽ അതാണ്. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റീവ് ഡിസൈൻ, കാരണം നമ്മളെ ഇൻഡസ്ട്രീൻ്റെ പേരതാണ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി. അതിലെല്ലാവരും പെടും. അതിൽ അഡ്വർടൈസിങ് മാത്രമല്ല, സിനിമക്കാരും പെടും, പാട്ടുകാരും പെടും, ആർട്ടിസ്റ്റുകളും പെടും. അപ്പോൾ എല്ലാവരും ക്രിയേറ്റീവ് ആണ് ഇൻഫാക്ട്. അത് ഹായ് സാർ. കാണുന്നുണ്ട് സാറ് പീയൂഷ് പാണ്ഡനെ മെൻഷൻ ചെയ്ത് കേട്ടു. ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ അഡ്വർടൈസിങ് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് പല പിന്നെ കുറ്റം പറയാനുണ്ട്, അയാളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പുള്ളി ആക്സെപ്റ്റും ചെയ്യും. ഇല്ല അങ്ങനെയൊക്കെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്നോ ഏജൻസിയിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ചെയ്ത പല കാര്യങ്ങളും, അയാൾ ചെയ്ത പല കാര്യങ്ങളും അഡ്വർടൈസിങ് അല്ല, പല പൊളിറ്റിക്കലി ചെയ്ത കാര്യങ്ങളും ഞാൻ എതിർപ്പാണ്. പിന്നെ കറണ്ട് പിന്നെ ടൈമിലും സെൻട്രൽ ഗവൺമെൻറ്റിനെ പിന്നെ ക്യാമ്പയിൻസിന് സഹായിച്ചിട്ടുണ്ട്. അല്ലാണ്ട് പുള്ളി നല്ലൊരാളാണ്. ഈ കാൻ ബി ദ ഫാദർ ഓഫ് ഇന്ത്യൻ അഡ്വർടൈസിങ്. അങ്ങനെയാണെങ്കിൽ അലിക് പദംസി ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അലിക് പദംസി നോക്കുമ്പോൾ പുള്ളിനെക്കാളും വേൾഡ് ഫേമസ് ആണ്. പുള്ളി സാച്ചിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. പുള്ളി ആ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് കുറേ ഓസ്കാറൊക്കെ കിട്ടിയ സിനിമയിൽ പിന്നെ ജിന്നയായിട്ട് അഭിനയിച്ച പുള്ളിയാണ്. പിന്നെ പുള്ളിയാണ് പിന്നെ ഇവിടെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള 80s 90s പല ക്യാമ്പയിനുകളും ചെയ്ത അലിക് പദംസി. പിന്നെ സർഫിൻ്റെ ലളിതാജി, ലിറിൽ ഗേൾ എന്ന് പറഞ്ഞിട്ട് ലിറിലിൻ്റെ ക്യാമ്പയിനുകൾ, അങ്ങനെ പലതും അവരെ പീരീഡിൽ അവർ ചെയ്തിട്ടുണ്ട്. പീയൂഷും ചെയ്തിട്ടുണ്ട്. പീയൂഷാണ് പിന്നെ ഇന്ത്യയിൽ ഫേമസ് ആയത്. പീയൂഷ് വേൾഡിൽ ഫേമസ് ആണ്. പിന്നെ പുള്ളി നല്ലൊരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്. പുള്ളി ഹിന്ദി കോപ്പി റൈറ്റിങ്ങിൽ തുടങ്ങിയിട്ട് പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്നു. പുള്ളി ക്ലയൻറ്റ് സർവീസിങ്ങിലായിരുന്നു, പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയത്. ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയിൽ കോപ്പി എഴുതുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനങ്ങനെ ഡെയിലി ഇൻട്രാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ വരും, പിന്നെ ഇമെയിൽ വരും, അങ്ങനെ. കാരണം പുള്ളി ബോംബെയിലാണ്, ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഇത് വലിയൊരു ഓർഗനൈസേഷനാണ്, 800 പേരുള്ള ഓർഗനൈസേഷനാണ്. ഒരു 45-50 ക്രിയേറ്റീവ് ഡയറക്ടർമാരുണ്ടാവും.
പിന്നെ ഒരു 200-300 ആർട്ട് ഡയറക്ടർമാർ, ഒരു 300 അങ്ങനെ വലിയ വോളിയമുള്ള കമ്പനി ആയതുകൊണ്ട് അയാൾക്ക് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എല്ലാ സമയമില്ല. പലപ്പോഴും ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളുടെ ക്യാമ്പയിനുകളും കത്തുകളും ഞാൻ വായിക്കാറുണ്ട്. പിന്നെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ അയാളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അയാളെ കാര്യം. പിന്നെ പക്ഷെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല ആളാണെന്ന് എല്ലാവരും പൊതുവെ പറയുകയും നല്ല ക്യാമ്പയിനുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് പല ഇന്ത്യയിലെ ഐക്കോണിക് ക്യാമ്പയിൻ്റെ ലീഡ് ചെയ്യുന്ന ആളാണ്. അയാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല, കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴും എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഫ്രണ്ട്സ് പറയും ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് പിന്നെ അയാൾ എടുത്തത്. അങ്ങനെയാണ് വേണ്ടി. അല്ലല്ല, അതിന് ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണിത്. നിങ്ങൾ ടീം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക. അല്ലാണ്ട് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കലല്ല ഏജൻസിയിലുള്ള പരിപാടി. ഐഡിയ അങ്ങോട്ട് ഓപ്പണായി പറയാം, അത് ആർക്കും ക്രെഡിറ്റ് എടുക്കാം. അങ്ങനെ പീയൂഷ് പല ഐഡിയാസും പിന്നെ ഇൻസ്പയർ ചെയ്ത് ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്കറിയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പീയൂഷ് വന്നിട്ട് ചോദിക്കുക എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന്. അത് നിങ്ങളും പോയി ചോദിക്കുക എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന്. അപ്പോൾ അത് ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണ്. എൻ്റെ ക്വസ്റ്റ്യൻസ് ഇതാണ്. ലൈക്ക് നജീബ്ക്ക് ഇപ്പോൾ ഇത്രയും വർഷം എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പല കമ്പനീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കമ്പനീസിലും വർക്ക് ചെയ്യുന്ന ടൈമിലും നമുക്കിപ്പോൾ എങ്ങനെ ആയാലും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും. അപ്പം അതിനെ ഓരോ ലൈക്ക് ഇത് ഡൗൺ ടൈം ആയാലും അപ്പ് ടൈം ആയാലും അതെങ്ങനെയാണ് ഒരു മെച്യൂർഡായിട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്. അതേപോലെ നമുക്ക് പലപ്പോഴും ലൈക്ക് ഇപ്പം ഒരേ ഒരു ആംഗിളിൽ തന്നെ വർക്ക് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് സർവൈവ് ചെയ്തത്. അതേപോലെ തന്നെ ആ ഈ ഡൗൺ ടൈമും അപ്പ് ആൻഡ് ടൈമും അതിനെങ്ങനെയാണ് മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോഴും മെച്യൂർഡല്ല. പിന്നെ ആരും മെച്യൂരിറ്റിയിൽ എത്തൂല. കീപ് ദ നിങ്ങളെ ചൈൽഡ് പ്ലേ എന്നെല്ലാം പറയുന്നത് കാണുന്നുണ്ടല്ലോ, നിങ്ങളെ ഉള്ളിലുള്ള കുട്ടിത്തരം അത് വിടണ്ട. അത് ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നോ വൺ മെച്യൂർസ് ഇൻ എൻ ഏജൻസി. എൻ്റെ ബോസുമാരും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. അപ്പം പിന്നെ എൻ്റെ കരിയർ ഗ്രാഫ് ഇങ്ങനെ ആയിരുന്നു. കുറേ ആൾക്കാരുടെ ഒറ്റ സ്ട്രീറ്റ് മുകളിൽ എൻ്റെ ഇങ്ങനെ പോയത്. അപ്പോൾ അത് പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ വരി ക്വിറ്റ് ചെയ്യാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒഗിൾവി 3 പ്രാവശ്യം ക്വിറ്റ് ചെയ്തതാണ്, 3 പ്രാവശ്യം തിരിച്ചു കയറി. പിന്നെ അപ്പം അങ്ങനെ ഒരു പിന്നെ അതിലൊരു എന്താ പറയുക, പിന്നെ അത് സ്വാഭാവികമാണ്. എല്ലാവർക്കും ഒരുപോലെ ആവില്ല. അപ്പം പിന്നെ ബേസിക്കലി പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളെ ഗോൾ ഇതായിരിക്കണം. നിങ്ങളൊരു ക്രിയേറ്റീവ് ഡയറക്ടർ ആവണം. It might take years. Some guys will, achieve it in another 5-6 years. ചിലർ 2 കൊല്ലം കൊണ്ട് ആർട്ട് ഡയറക്ടർ ആവുന്നു. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഹൗ ഗുഡ് യു ആർ അറ്റ് ഇറ്റ് ആൻഡ് ഹൗ പാഷനറ്റ് യു ആർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണ്ട. പാഷൻ ഉണ്ടെങ്കിൽ നിന്നാൽ മതി. അപ്പോൾ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യായിരിക്കും ഒരു കമ്പനിയിൽ നിന്ന്. ഇപ്പോൾ നിങ്ങൾ അടുത്ത കമ്പനി ആയിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. അപ്പം വെറുതെ ഇരിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഫുൾ ടൈമൊക്കെ ഞാൻ കഴിഞ്ഞ 28 ഇയേഴ്സ് പിന്നെ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. എൻ്റെ ഗോൾ ഇത്രയേ ഉള്ളൂ, ക്രിയേറ്റീവ് ഡയറക്ടർ ആവാത്ത. അത് ആവാൻ പറ്റി 10-12 കൊല്ലം മുന്നേ. പിന്നെ അപ്പോൾ ആയിക്കഴിഞ്ഞ് ഇപ്പോൾ പിന്നുള്ള ഓപ്ഷൻസ് പിന്നെ എക്സിക്യൂട്ടീവ് ക്രിയേറ്റീവ് ഡയറക്ടർ ആവുക, ചീഫ് ക്രിയേറ്റീവ് ഓഫീസർ ആവുക, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസാണ്. പിന്നെ അപ്പോൾ കരിയർ പിന്നെ സ്റ്റിക്ക് ടു വൺ കമ്പനി, ഒരു കമ്പനിയായിട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ചെറുപ്പത്തിൽ പിന്നെ എല്ലാവരും എന്നോട് പറയും റോളിംഗ് സ്റ്റോൺസ് ഗ്യാദേഴ്സ് നോ മോസ് എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ അതുപോലെ ആവേണ്ടത്. പക്ഷെ അതും നല്ലൊരു കാര്യമായി. കാരണം ഞാൻ പിന്നെ ഒഗിൾവിയിൽ എത്തുന്നതിന് മുന്നേ 3-4 ഏജൻസികളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ പലതും പല സ്വഭാവങ്ങളും മനസ്സിലായി. അപ്പോൾ ഇറ്റ് വാസ് ഈസി ടു അഡാപ്റ്റ്. അപ്പം പിന്നെ അപ്പോൾ അതാണ് പിന്നെ നോക്കണ്ടേ. പിന്നെ ആർക്കും ഒരു ഗ്യാരണ്ടീഡ് കാര്യങ്ങളൊന്നുമില്ല ഏജൻസികളിൽ. പെർഫോമർക്ക് മാത്രം കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ പെർഫോം ചെയ്തോ നിങ്ങൾക്ക് എപ്പോഴും പിന്നെ പ്രൊമോഷൻസ് ഉണ്ടാവും, ഹാപ്പി ആയിരിക്കും. പിന്നെ മോശം മാനേജ്മെൻ്റ് ആണ് പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടറും ടീംസും മുതലാക്കുന്ന ആൾക്കാരാണ് ഒക്കെ ഉണ്ടെങ്കിൽ വിട്ടുകളയാ, അവിടെ നിൽക്കരുത്. നിങ്ങൾ ഹാപ്പി അല്ലാത്ത വർക്കിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത്, കൂടുതൽ ഡിപ്രസ്ഡ് ആവും.
പിന്നെ അപ്പോൾ അവിടുന്ന് വിട്ട് അടുത്ത ടീംസിനെ നോക്കുക. ഓരെയും പറ്റിയിട്ടില്ലെങ്കിൽ വേറെ അടുത്ത ടീംസ്, അങ്ങനെ അങ്ങനെ എവിടാണ് പിന്നെ ഗ്രോത്ത് ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് വൈബ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഹാപ്പിനെസ് പിന്നെ തേടിപ്പോവാനും പാടില്ല തുടക്കത്തിൽ. കാരണം പിന്നെ ഈ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആണ് പലരെയും നിരാശരാക്കുന്നത്. അപ്പം പിന്നെ കമ്പനികളിൽ വർക്ക് ചെയ്യുക. അതെ, അപ്പോൾ കുറേ നിരാശകൾ ഉണ്ടാവും. അതിപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പല റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, കണ്ടവന റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. റിജക്ഷൻസ് ഇല്ലാത്ത വർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് സാറ് അല്ല, നമ്മൾ ഈ കോഴ്സിന് കഴിയുമ്പോഴത്തേക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതില് സാറിന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം, എന്തൊക്കെ ഒരിക്കലും നമ്മൾ അതില് എന്താ പറയാ ആഡും ചെയ്യരുത്, പിന്നെ നമ്മൾ അവോയ്ഡ് ആക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പോർട്ട്ഫോളിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് ഡയറക്ടർമാരെല്ലാവരും പോർട്ട്ഫോളിയോ കാണും. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ ഒരു 2 മാസം മുന്നേ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ലീഡിങ് ഏജൻസികളിലെ ഒരു 3-4 ക്രിയേറ്റീവ് ഡയറക്ടർമാരും ആയിട്ട് സംസാരം, ഇൻട്രാക്ഷനും പല പരിപാടികളും. നമ്മൾ പഴയ ഫ്രണ്ട്സാണ്. അപ്പം ബാംഗ്ലൂർ പലയിടത്തും ഹാങ് ഔട്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കിത് ആദ്യം അറിയാം, പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഞാൻ വേണമെന്ന് വെച്ചാൽ ചോദിച്ചതന്നെ. അപ്പോൾ എൻ്റെ അതേ അഭിപ്രായമാണ് പുള്ളിക്ക്. ഒരു പോർട്ട്ഫോളിയോ, ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. പിന്നെ നിങ്ങൾ ആർട്ടിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ കോപ്പി റൈറ്റിങ്ങിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും രണ്ടും 2 പോർട്ട്ഫോളിയോ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ട് ഡയറക്ടറെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോപ്പി റൈറ്ററെയും ചൂസ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. എനിക്ക് കോഴിക്കോടിൻ്റെ അവസ്ഥ അറിയില്ലെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരോ ബോംബെയിലോ കൊച്ചിയിലോ പിന്നെ ഇത് ശരിക്കും അറിയുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറുകളെ പോർട്ട്ഫോളിയോ നോക്കൂല. പിന്നെ ഒരു ബിഗ് ഏജൻസിയിൽ നോക്കുന്നത് നോക്കുന്നത് ആർട്ട് ഡയറക്ടർമാരും പിന്നെ കോപ്പി റൈറ്റർമാരും ആ ലെവലിൽ പൊസിഷനിലുള്ള ആൾക്കാരാണ്. നിങ്ങളെ പോർട്ട്ഫോളിയോ എപ്പോഴും നോക്കുക, നിങ്ങളെ കമ്പനിക്ക് സജസ്റ്റ് ചെയ്യുക. ഇതിൽ ക്രിയേറ്റീവ് ഡയറക്ടർമാർക്ക് യാതൊരു റോളും ഇല്ല. HR-നും ആർട്ട് ഡയറക്ടർമാർക്കും റൈറ്റർമാർക്കും ഈ റോളുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ടീംസിനാണ് നിങ്ങൾ പോർട്ട്ഫോളിയോ അയക്കുന്നത്. അതാണ് ആദ്യം അറിയേണ്ടത്. പിന്നെ അപ്പോൾ ഓരിക്ക് വേണ്ടിയിട്ടാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 8 to 10 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെ പോർട്ട്ഫോളിയോ നോക്കുക. എന്നിട്ട് ക്രിയേറ്റീവ് ഡയറക്ടറോട് പറയും ഇവൻ്റെ പോർട്ട്ഫോളിയോ കൊള്ളാം, ഇവനോട് ഇവനെയോ ഇവളെയോ ഒന്ന് ഹയർ ചെയ്യുന്നത് പറയും. അപ്പോൾ അതിനുള്ള പിന്നെ കറണ്ട് പോർട്ട്ഫോളിയോകൾ, പിന്നെ എല്ലാവരും ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. ഇവിടെ ആരെങ്കിലും പോർട്ട്ഫോളിയോ ചോദിച്ചാൽ ഒരു PDF അയക്കും. എന്നിട്ട് ഈ PDF ലെജിബിളും അല്ല, റീഡബിളും അല്ല, കുറേ പിന്നെ ഒരു കണക്ഷനും ഇല്ലാത്ത ക്യാമ്പയിനുകളുണ്ട്. അപ്പം ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പിന്നെ അത് നോക്കുക ചെയ്യില്ല. കാരണം അത് ബ്ലോ അപ്പ് ചെയ്യണം. ഫോണിലാണ് പലപ്പോഴും നോക്കുക, സിസ്റ്റത്തിൽ നോക്കൂല, അതിനുള്ള നേരമില്ലായിരിക്കും. അപ്പം പിന്നെ അപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു 20-25 പേജുള്ള PDF-ഉം പിന്നെ ഒരു ഓൺലൈൻ സൈറ്റ് ഇൻസ്റ്റഗ്രാം പോലത്തെയോ പിന്നെ ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ ഒരു ലിങ്ക് കൊടുക്കുക, അവിടെ ഇട്ടാൽ മതി. കാലം മാറി. അപ്പോൾ അതാണ് നോക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ഇൻട്രാക്റ്റീവ് ഡിസൈനിൽ ആണ്. കാരണം UI ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം UI ബേസ്ഡ് സാധനങ്ങൾ. പക്ഷേ UIക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് AI ഏറ്റെടുക്കാൻ പോവാണ്. UIൻ്റെ കാര്യങ്ങൾ ഡിസൈൻ ഗൈഡ് ലൈൻ മാത്രം കൊടുത്താൽ മതി. അപ്പം പിന്നെ നിങ്ങളെ ഐഡിയാസ്, ഞങ്ങൾക്ക് ഐഡിയാസാണ് കാണേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബേസിക്കലി 2 ബ്രാൻഡ് ഐഡൻറ്റിറ്റി നിങ്ങൾ അതിലിട്ടാൽ മതി. അപ്പോൾ അതിൽ പിന്നെ അത് ഭയങ്കര സിമ്പിളും ക്ലിയറും ആയിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരു PDF ഒരു ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ആ PDF-ൽ പിന്നെ കണ്ടമാനം കണ്ടൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചെറിയ കണ്ടൻറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും. ആദ്യത്തെ 2 പേജിൽ തന്നെ നിങ്ങൾക്ക് ഹുക്കിടാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് പോകണ്ട. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറെ ഒരു ബിഗ് ഏജൻസിയിൽ ക്രിയേറ്റീവ് ഡയറക്ടർക്ക് ഹുക്കിടുക, ചൂണ്ടിടുക, എങ്ങനെ ഇടുക? അപ്പോൾ അതാലോചിച്ചാൽ മതി. അപ്പോൾ ഒരു തുറന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇതാണ് കാണുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ വളരെ
ക്ലിയറും ലെജിബിളും വലിയ ഫോണ്ടും അതിൻ്റെ കറക്റ്റ് ഇമേജസും. അങ്ങനെയാണ് പോർട്ട്ഫോളിയോൻ്റെ ഒരു ഡിസൈൻ ഗൈഡ് ലൈൻ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടോ. അപ്പം നിങ്ങൾ സ്പെക്ക് ആഡ്സ് ചെയ്യാം. കാരണം നിങ്ങൾ ആയിരിക്കും ഒരു ബിഗ് ബ്രാൻഡ് ചെയ്തിട്ടുള്ള പരിചയമില്ല. അത് ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു നൈക്കിയോ ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ബിഗ് ബ്രാൻഡ്സിനെ എടുത്തിട്ട് സ്പെക്ക് ആഡുകൾ ചെയ്യുക. അതിന് സ്കാം എന്നാണ് ഏജൻസികളിൽ പറയുന്നത്. സ്കാം ആഡ്സ് നമ്മൾ എല്ലാവരോടും ചോദിച്ച് അന്നും ഇന്നും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്കാം ആഡുകളാണ് ജൂനിയേഴ്സിനോട്. നമുക്ക് നിങ്ങൾ വേറെ ഇവിടെ കോഴിക്കോടുള്ള തക്കാളി കമ്പനീൻ്റെ ആഡ് നമുക്ക് കാണണ്ട. താല്പര്യമില്ല. ഇനിയിപ്പോൾ കാണുകയാണ് കാണിച്ചത്, പക്ഷെ അത് അൾട്ടിമേറ്റ്ലി ക്രിയേറ്റീവ് ആയിരിക്കണം. കൂടാണ്ട് ബിഗ് ബ്രാൻഡ്സ് എടുത്തിട്ട് ഈ ബിഗ് ബ്രാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഇവിടെ ഏതോ ഒരു ഫ്രോക്ക് സ്കൂളിലാണെന്ന് ഒരു പയ്യൻ ക്രോക്സിൻ്റെ ഒരു പാക്കേജിങ് ചെയ്തിട്ട് ഭയങ്കര പോപ്പുലറായി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പോർട്ട്ഫോളിയോ അതായിരിക്കണം. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഈ എറർസോ ഉണ്ടാകാൻ തീരെ പാടില്ല. ബിഗ് ഏജൻസീസ് അത് വല്ലാണ്ട് നോക്കും. ഏജൻസികളിൽ ഒരു കോമ മാറിപ്പോയാൽ ജോലി പോകും. അത് വളരെ ക്ലിയർ ക്രൈറ്റീരിയ ആണ്. മൂന്ന് തെറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ടെക്സ്റ്റിലുള്ള 3 തെറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ തെറ്റിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പം ഡിസൈനർ വന്നാലും പിരിച്ചുവിടും. അപ്പോൾ നമ്മൾ IBMന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഓരോ ലേ ഔട്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ലോഗോ വരാൻ പാടുള്ളൂ. ഓരോ ലേ ഔട്ടിനും ഓരോ ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷനിലും എസറ്റുകളും കണ്ടമാനം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് തെറ്റ് പറ്റിയതിന് അതിൻ്റെ പ്രൂഫ് റീഡർക്ക് ജോലി പോയി. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പോർട്ട്ഫോളിയോ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിരിക്കണം. ഒരു 25-30 പേജിൻ്റെ കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് അതിലൊരു 30 പോസ്റ്റ് ഇടുക. ബിഹാൻസ് ആണെങ്കിൽ ബിഹാൻസിൽ ഒരു 30 പോസ്റ്റ് ഇടുക. പക്ഷെ വളരെ ക്ലിയർ ആയിരിക്കണം. ബിഹാൻസ് ആരും നോക്കൂല. നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ടൈമിലായിരിക്കും അവർ ബിഹാൻസ് തുറന്നു നോക്കുക. ആർട്ട് ഡയറക്ടർമാർക്കൊന്നും സമയമില്ല. അപ്പോൾ അന്ന് ഒന്ന് തുറന്നു നോക്കിയിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ആദ്യം നിങ്ങൾ കാണിക്കുന്ന ഈ PDF ആണ്. ഈ PDF നിങ്ങൾ സെല്ലാവണം. ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നിങ്ങളെ പോർട്ട്ഫോളിയോ സെല്ല് ചെയ്യണം. എന്തെങ്കിലും ഐഡിയ പറഞ്ഞിട്ട് സെല്ല് ചെയ്യണം. ക്ലാരിറ്റി വേണം. പിന്നെ ഒരു ലാൻഡിങ് പേജും വേണം. ഈ ലാൻഡിങ് പേജ് SM പോസ്റ്റ് ആണെങ്കിൽ ഒരിക്കൽ താല്പര്യമുണ്ട് തുറന്നു നോക്കാൻ, ഇല്ലാണ്ട് തുറന്നു നോക്കൂല. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പോകില്ല. അപ്പോൾ അത് ആലോചിക്കുക. അപ്പോൾ വെബ്സൈറ്റ്സിലൊന്നും ഇപ്പോൾ പൊതുവേ താല്പര്യമില്ല. ഉണ്ടാക്കിക്കുക, നല്ലൊരു കാര്യമാണ്. UI ഡിസൈൻ നോക്കുക വെറുതെ കയറിയിട്ട്. പക്ഷേ ഇവർക്ക് ക്ലിക്കാണ്. ക്ലിക്ക് ചെയ്താൽ സാറിന് അങ്ങോട്ട് പോകണം. ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ സഫാരി പലപ്പോഴും ബ്ലോക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ലോഡാവില്ല. FB ഇൻസ്റ്റാഗ്രാമും ഷുവർ ഫയർ ആണ്, ബിഹാൻസും ഷുവർ ഫയർ ആണ്. അപ്പോൾ അതാണ് നോക്കേണ്ടത്. ഹായ് ലജിബ്ക. ഹലോ, മുദസ്സിർ കോസ്മിക് ബാച്ച് എന്നാണ്. ഐ എം ബിഗ് ഫാൻ ഓഫ് യുവർ വീഡിയോസ്. താങ്ക് യു. അപ്പം ഞാൻ എന്തെങ്കിലാക്കിയിട്ട് ഇരിക്കുമ്പോഴേക്കും നിങ്ങളെ വീഡിയോ വരാം, മണ്ടൻ ഡിസൈനർ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ ബൂസ്റ്റ് ആവും. ഞാൻ ചോദിച്ചു വന്നത്, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ബ്ലോക്കുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇപ്പോൾ കറന്റ് ഒരു ചെറിയ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞു ഈ പ്രശ്നങ്ങൾ. അപ്പം കോപ്പി റൈറ്റർമാർ ഇവിടെ എല്ലാവരും ലൂക്ക് സള്ളിവൻ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റർ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്, ഡാൻ ഹെഗാട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന റൈറ്റർമാരുണ്ട്. സൈലൻസ് പ്ലീസ്, ബാക്കിൽ അതെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അതെ, കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം അത് വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറേ കോപ്പി റൈറ്റർമാരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് റൈറ്റർമാരും കുറേ ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് ഗോപി വിജയൻ, മുകുന്ദൻ, സൽമാൻ റുഷ്ദി, അങ്ങനെയൊക്കെയുള്ള റൈറ്റർമാരുണ്ട്. എല്ലാവർക്കും ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ട്. ഇവന്മാരെല്ലാം ഈ ക്രിയേറ്റീവ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർമാർ ഇത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ലൂക്ക് സള്ളിവന്റെ ആണ് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോൾ ആ പണി വിട്ടിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക. അപ്പം പിന്നെ ഐഡിയാസ് തന്നാലേ വരും. അപ്പോൾ ഇതിങ്ങനെ ഒരു ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി ഒന്നും ആവാൻ പറ്റില്ല. പിന്നെ എല്ലാ മനുഷ്യൻ്റെ എന്താണ് പറയുക, ഒരു മനുഷ്യ സഹജമാണ് അത്. ഒരു എന്താ പറയുക, ഹ്യൂമണിലൊരു സാധനമാണ്. നിങ്ങൾക്ക് എപ്പോഴും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റൂല. അതിനൊരു ബ്ലോക്ക് ഉണ്ടാവും. ചില ദിവസങ്ങളോളം നിങ്ങൾക്ക് പണിയെടുക്കാൻ മൂടുണ്ടാവില്ല. പിന്നെ അത് എന്താ പറയുക, ഒരു പിന്നെ ഇൻഹറൻറ്റ് ക്വാളിറ്റിയാണ് മനുഷ്യൻ്റെ. അപ്പോൾ അത് വേറൊരു കാര്യം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഒരു വേർഡ് ഒരു സെൻറ്റൻസ് എഴുതാൻ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളൊരു വിഷ്വൽ ഐഡിയ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബ്ലോക്ക് വരും. ഒന്നും മനസ്സിൽ വരില്ല. അപ്പോൾ ഇൻസ്പിറേഷൻ നോക്കുക. ഇപ്പോൾ ചിലർ ബ്രേക്ക് എടുക്കും, ചിലർ ഏതെങ്കിലും റിസോർട്ടിൽ പോകും, ചിലർ വല്ല കോഫി ഷോപ്പിലോ പോകും, ബാറിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം പിന്നെ വേണമെങ്കിൽ വെറുതെ ഒരു നോവൽ എടുത്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ കോമിക്സ് വായിച്ചു നോക്കുക, സിനിമ ആണ്, അല്ലെങ്കിൽ അതിനൊരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് അതിലേക്ക് തിരിച്ച് അപ്രോച്ച് ചെയ്യാം. ഈ ജാപ്പനീസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസിൽ ഒരു ഇക്കിഗായിൽ ഒക്കെ പറയുന്നുണ്ട്, 20 മിനിറ്റ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 20 മിനിറ്റ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാ ഈ ബ്രേക്ക് എടുക്കുന്നത്? നമ്മളെ ശ്രദ്ധ തെറ്റിക്കാനും ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അത് വേണം, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്രിയേറ്റീവ് ബ്ലോക്ക് നല്ലതാണ്, നല്ല ഐഡിയാസ് വരും. ബട്ട് യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. ഹലോ സർ. ഹലോ, എൻ്റെ പേര് ഹംറാസ്. ഹലോ. നോവ ബാച്ച് എന്നാണ്. സാറ് നേരത്തെ കോഴിക്കോടിനെ കുറിച്ച് മെൻഷൻ ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ആസ് എ ഒരു സാംസ്കാരിക നഗരി എന്ന നിലയിൽ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ലൈഫ് ഫോഴ്സ് തന്നെ ഉണ്ട്. അപ്പൊ എന്തിനാണെങ്കിലും, ഇപ്പോൾ ആർട്ടിനാണെങ്കിലും കലയ്ക്കാണെങ്കിലും എല്ലാത്തിനും ആ ഒരു സംഭവം ഉണ്ട്. അപ്പോ സാറ് എന്താണ് ഇവിടെ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് വളരാൻ വേണ്ടിയിട്ട് എന്താണ് സാർ ഇവിടെ കാണുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്നത്? ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഈ കേരളത്തിൽ എങ്ങനെ വളർത്തുന്നുള്ള കോർപ്പറേഷൻ എന്നെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2-3 മാസം മുന്നേ ഇവിടെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി പിന്നെ എങ്ങനെ വളർത്താം എന്നുള്ളൊരു ചെറിയൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കുറേ ആൾക്കാരെ വിളിച്ചിട്ട് അവർ ഒരു ദിവസത്തെ കോൺഫറൻസ് വെച്ചു. പക്ഷെ അത് പാളിപ്പോയി. അത് അവർ എടുത്ത ഡിറക്ഷൻ ശരിയായില്ല. അപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എനിക്കുണ്ട്. ഇവിടെ ഇപ്പോൾ സാംസ്കാരികതയിലേ അറിയില്ലേ, ഇവിടെ അറിയോ ആർക്കെങ്കിലും സാംസ്കാരികതയിലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ആനക്കുളത്തുള്ളതാണ് ക്രൗൺ തിയേറ്ററിൻ്റെ ബാക്കിൽ. അവിടെ ഒരു സാംസ്കാരികതയിലുണ്ട്. ഇവിടെ ലളിതകലാ അക്കാദമി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാത്ത കലകളെയും, ഇപ്പോൾ ഗോത്രകലകൾ മുതൽ പിന്നെ പെർഫോമൻസ് ആർട്ടിന് വരെ ഇവിടെ ഭയങ്കരമായിട്ട് ഗവൺമെൻറ് ഫണ്ടും കൊടുക്കുന്നുണ്ട്, പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പെയിൻറ്റിങ്ങിനോ ഇല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ എന്ന കലയ്ക്ക്, പിന്നെ അതൊരു കലയാണ്, പിന്നെ ഇതിനൊന്നും എൻകറേജ്മെൻ്റ് ഇല്ല. ഇപ്പോൾ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി വളർത്താൻ വേണ്ടിയുള്ള കോൺഫറൻസിന് കോഴിക്കോട് കോർപ്പറേഷൻ എന്നെ വിളിച്ചിട്ട് ഇവിടെ ഒരു കോൺഫറൻസ് നടത്തി. നമ്മൾ പല ആൾക്കാരും പല ഫീൽഡിൽ നിന്നും വന്നു. പക്ഷേ റൈറ്റർമാരുണ്ടായിരുന്നു, ആർട്ട് ഡയറക്ടർമാർ, ആർക്കിടെക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലോ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിലോ പെയിൻറ്റിങ് എന്ന കല, പെയിൻറ്റിങ് എന്നുള്ള ആൾക്കാരെ യുവന്മാർ വിളിച്ചില്ല. കൊച്ചി വിളിക്കും, കൊച്ചിയിലാണെങ്കിൽ വിളിക്കും. അതാണ് കോഴിക്കോട് പിന്നെ ഈ കാര്യത്തിലൊക്കെ വളരെ മോശമാണ്. പിന്നെ ഫണ്ടും വരുന്നില്ല. ഇത് എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ ഞാൻ ലളിതകല അക്കാദമിൻ്റെ ആൾക്കാരായിട്ട് നിരന്തരം സംസാരം മുതൽ പിന്നെ പല ആർഗ്യുമെൻറ്റ്സും ഉണ്ടാകാറുണ്ട് അവരുമായിട്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അഡ്വർടൈസിങ്ങിൻ്റെ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്ലയൻറ്റുകൾ ഇപ്പോഴും എന്താ പറയുക, ഞങ്ങളോട് പിന്നെ സ്പെൻഡ്, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് സ്പെൻഡ് ക്ലയൻസിൻ്റെ കയ്യിലില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇവിടെ പിന്നെ ഈ മാർക്കറ്റിംഗ് സ്പെൻഡ് ഒരു ക്ലയൻറ്റ് ഒരു കൊല്ലം മൂപ്പര
ഇല്ല പുള്ളീൻ്റെ പിന്നെ മാർക്കറ്റിംഗ് ഫണ്ടിൽ ഒരു 30-40% ക്രിയേറ്റിവിറ്റിക്കോ ഡിസൈനോ നീക്കി വെക്കുന്നില്ല. അത് ഒരു 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 പരിധി വരെ കൊച്ചിയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ക്ലയൻസ് ദേ ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദ ബ്രാൻഡ് ഇമേജ് ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ട് പിന്നെ അവർ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നു ഇതിലേക്ക്. അവരെ ഒരു ബ്രാൻഡ് ഇമേജ്, ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കാൻ എത്ര നല്ല ആർട്ടിസ്റ്റിനെ വേണം, റൈറ്റർമാർ വേണമെന്ന് ധാരണയുള്ള ക്ലയൻസ് കോഴിക്കോട് ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെൻഡേഴ്സിനെ എനിക്കറിയാം. ഞാനിതിൻ്റെയൊക്കെ റിസർച്ചും ഡേറ്റയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനും ഇവിടുത്തെ 2 ഏജൻസിയും ഇതെല്ലാം കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവരെ ഹാബിറ്റ്സ്, അപ്പം ഓരോ സ്പെൻഡിങ് ഹാബിറ്റ്സ് മോശമാണ്. സസ്റ്റെയിൻഡ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ പറയുന്നത്, ഈ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റീവിലേക്ക് അവർ ഫണ്ട് നീക്കി വെക്കില്ല. അവർക്ക് ക്രിയേറ്റിവിറ്റിയും ഡിസൈനും കമ്മ്യൂണിക്കേഷനും മാർക്കറ്റിങ്ങിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന് പൈസയും സ്പെൻഡ് ചെയ്തില്ല. ഒരു പരിധി വരെ കൊച്ചിയിലുള്ള, പിന്നെ ബാംഗ്ലൂരും ബോംബെൻ്റെ കാര്യം പറയണ്ടാവും, എനിക്ക് ഷുവർ ഫയറാണ്. ഇവിടെ അതില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ നിയർ ഫ്യൂച്ചറിൽ വളർച്ച കാണുന്നില്ല. പക്ഷേ പുതിയ ഡിസിഷൻ മേക്കേഴ്സും യങ്സ്റ്റേഴ്സും മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ അവരത് ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ബിഗ് പോർട്ട്ഫോളിയോ ആയിട്ട്, അതായത് അത് മേ ബി ഇങ്ങനെ ആവാം, ബിഗ് ക്ലൈന്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളോടായിരിക്കാം. എൻ്റെ ഏറ്റവും വലിയ ഞാൻ കുറേ ബിഗ് ക്ലയൻസിന് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലയൻറ്റ് IBM ആണ്. അപ്പം IBM-ന് വേണ്ടിയിട്ട് ഞാനൊരു 3 കൊല്ലം വർക്ക് ചെയ്ത്. അവർ ന്യൂയോർക്കിൽ നിന്നാണ് എനിക്ക് ശമ്പളം അയച്ചത്. പിന്നെ ഒഗിൽവിയും IBM-ഉം ഒരു ക്ലയൻറ്റിനുപരി IBM ഒഗിൽവിനെ ഒരു പാർട്ടായിട്ടാണ് കാണുന്നത്. ഓരോ വളർച്ചയിൽ, ഗ്രോത്തിൽ. അപ്പോൾ ഒഗിൽവിക്ക് വലിയ റോളുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ഭാഗ്യത്തിന് എന്നെ ലെനോവോയിലായിരുന്നു ഞാനുണ്ടായത്. അപ്പം അവിടെയൊക്കെ ബിഗ് ഏജൻസീസിൽ പിന്നെ നിങ്ങളെ കയ്യിൽ 1-2 ക്ലയൻസേ ഉണ്ടാവുള്ളൂ. എല്ലാ ക്ലയൻസും ഇങ്ങനെ ചെറപ്പറ എടുത്തിട്ട് വർക്ക് ചെയ്യില്ല അവിടെ. അപ്പോൾ ഒരാൾക്ക് 2 ക്ലയൻസിന് എല്ലാം 3 കൊല്ലവും അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് അലൊക്കേഷൻ കിട്ടിയാണ് IBM. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് എല്ലാം കൊണ്ടും. പിന്നെ ഓരോ ടീമും ഓരോ ന്യൂയോർക്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഓരോ ക്രിയേറ്റീവ് ഡയറക്ടറേറ്റ് IBM ഹാൻഡിൽ ചെയ്യുന്ന ഒഗിൽവിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറേറ്റ് ന്യൂയോർക്കിൽ ഇരിക്കുന്നു. അപ്പം ഒന്ന് ഐഡിയാസ് സെല് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ IBM എത്രയോ വർഷങ്ങൾ മുന്നിലാണ് ഇപ്പോഴുള്ള കമ്പനി. ഇപ്പോൾ ഒരു AI-യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ന്യൂസ് മാർക്കറ്റിലുണ്ട്. പക്ഷേ ആക്ച്വൽ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ഓരാണ് ഫസ്റ്റ് AI പബ്ലിക്കിൽ എത്തിച്ചത്. ഈ OpenAI ഒന്നല്ല. ഓരോ വാട്സൺ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഒരു 13-14 വർഷം മുന്നേ പിന്നെ ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് വാട്സണുമായിട്ട്. വാട്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു AI പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചിപ്സിലൊക്കെ വളരെ മുന്നിലാണ്. വളരെ കെയർഫുള്ളായിട്ടാണ് എല്ലാം കളിക്കുന്നത്. അപ്പോൾ ഒരു AI-യിലേക്ക് ചാടി ഇറങ്ങാത്തൊരു കാര്യം അതാണ്. പിന്നെ അന്ന് തന്നെ പിന്നെ ഒരിക്കലും 30-40 ഇയേഴ്സ് മുന്നേ തന്നെ ബ്രാൻഡ് മാനുവലും IBM എന്ന ബ്രാൻഡ് എങ്ങനെ ഇരിക്കണം എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ട്. ഒരു ചെയ്യുന്ന ഓരോ ആഡ്, ഇപ്പോൾ ഒഗിൽവിയായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡ് അടുത്ത 4 കൊല്ലം കഴിഞ്ഞത് റിലീസ് ചെയ്യാനുള്ള. അപ്പോൾ എത്ര മുന്നേ ചിന്തിക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ 2011, 12, 13 പിന്നെ ഒരു കൂടെ വർക്ക് ചെയ്ത്. അപ്പോൾ അന്ന് ചെയ്തിരുന്ന ആഡുകൾ ഞാൻ പിന്നെ കാണുന്ന 6 കൊല്ലം കഴിഞ്ഞിട്ടാണ്. എല്ലാ ആഡ്സും ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു 5 കൊല്ലം പിന്നെ അഡ്വാൻസ് ആണ്. ഈവൺ ആർട്ട് ഒരു ആർട്ട് റെസിഡൻസി പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻ റെഡിയാക്കുന്നതിന് മുന്നേ ഒരു ആർട്ട് റെസിഡൻസിയിൽ താമസിക്കുന്ന ഡിസൈനർ, ആർട്ടിസ്റ്റ്, ക്രിയേറ്റീവ് ടെക്നോളജിസ്റ്റുകളെ വെച്ചിട്ടാണ് ഓരോ ബ്രാൻഡിങ് ഒരു പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ഒഗിൽവിക്ക് വരുന്ന ഒരു ഗൈഡ് ലൈനാണ്. ഈ ഗൈഡ് ലൈൻ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് സിസ്റ്റം. അപ്പോൾ പിന്നെ ഞാനത് 3 കൊല്ലം പിന്നെ സൗത്ത് ഏഷ്യ, ലാറ്റിൻ അമേരിക്ക ഇതിലേക്കുള്ള ക്രിയേറ്റീവ്സ് ചെയ്യാൻ പറ്റി 3 കൊല്ലം. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പലതും എനിക്ക് തീരുമാനങ്ങൾ എടുത്താൽ പറ്റി. ഓരോ ഗ്രാഫിക്സ്
എന്താ ചെയ്യേണ്ടതെന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്ത്, പിന്നെ IBM പിന്നെ ഇന്ത്യയിൽ ആ 3 കൊല്ലം സ്പെൻഡ് ചെയ്തത് ഏകദേശം ഒരു $100 മില്യൺ സൗത്ത് ഏഷ്യയിൽ സ്പെൻഡ് ചെയ്ത പ്രൊമോഷന് മാത്രം. അപ്പോൾ വലിയ ബഡ്ജറ്റ് നമുക്ക് തോന്നി ചെയ്യാം. അപ്പം ഫണ്ടിങ് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ആ ക്രിയേറ്റീവ് ഡയറക്ടർ ന്യൂയോർക്കിലിരുന്ന ചങ്ങായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരുന്നു. ഓരോരു ടീം വർക്ക് ആയിട്ട്, ഈ ടീം വർക്ക് ഇല്ലാത്തപ്പോൾ ഈഗോ വരുമ്പോഴാണ് ആൾക്കാർ ഡിഫിക്കൽട്ട് ആവുക. പിന്നെ ഒഗിൾവിൻ്റെ കൾച്ചറും അതാണ്. ഒഗിൾവിലുള്ള ഇപ്പം നേരത്തെ പീയൂഷ് പാണ്ഡെ ഹിന്ദി കോപ്പിറൈറ്റ് റൈറ്റ് ചെയർമാനായി. പിന്നെ അങ്ങനെ പലരും, ഇപ്പോൾ സാക്ഷി ദുബായിലുള്ള പിന്നെ ഓഫീസ് ബോയ്, പിന്നെ അവിടെ HR മാനേജറാണ്. പിന്നെ ഞാൻ പിന്നെ 2001 അവിടെ പോയപ്പോൾ ആരെ കണ്ടിരുന്നു. അവിടെ ഒരു ഗോകാരനാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം അവിടെ ജോയിൻ ചെയ്തപ്പോൾ HR മാനേജറാണ്. അപ്പം പിന്നെ അങ്ങനെയെല്ലാം ബിൽഡ് ചെയ്യുന്ന കൾച്ചറാണ് IBM. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരിരുന്നിട്ട് അവിടെയുള്ള മലയാളി ഇരുന്ന് തീരുമാനിക്കലല്ല എന്ത് ഡിസൈനാണ് വേണ്ടിയത്. ഒരു ന്യൂയോർക്കിലുള്ളോ ജർമ്മനിയിലുള്ളോ പിന്നെ തായ്ലൻഡിലുള്ള ഒരു ആർട്ട് ഡയറക്ടറെ പൊക്കിയിട്ട് ഓരോ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ഓരോ അവിടെ വന്ന് താമസിപ്പിച്ചിട്ട് 3 കൊല്ലം എടുക്കും ബ്രാൻഡ് ഗൈഡ് ലൈൻ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ് പല കാര്യങ്ങളും. ഒരു ടെക്നോളജീൻ്റെ കാര്യത്തിലും കട്ടിങ് എഡ്ജാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ് ഇവിടെ സംസാരിക്കുന്നതിലും മുന്നേ 13 കൊല്ലം മുന്നേ ഒരു അച്ചീവ് ചെയ്തത്. അപ്പോൾ ഒരു വേറെ ലെവലാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ക്ലയൻറ്റ് ഇതുവരെ വർക്ക് ചെയ്ത IBM ആണ്. ഹായ് സാർ, എൻ്റെ പേര് ദയ, ഞാൻ നോവ ബാസിൽ നിന്നാണ്. സോ അതിൻ്റെ സാറിൻ്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ്, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് എത്തുന്നുണ്ട്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, അങ്ങനത്തെ വീഡിയോസ് ഇടാനുള്ള ഒരു ഇന്റൻഷൻ എന്താണ്, അതിൽ അങ്ങനെ ആ ഒരു വീഡിയോസ് ഇടാവുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഓക്കെ, ഞാൻ 2021 അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു 2016-17 വരെ ഞാൻ കോഴിക്കോടായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടായില്ല. ഡെഫിനറ്റ്ലി ഞാൻ കോഴിക്കോട് നിന്നാണ്. എൻ്റെ മദർ കോഴിക്കോട് നിന്നാണ്, ഫാദർ കണ്ണൂരിൽ നിന്നാണ്. നമ്മൾ സെറ്റിൽ ചെയ്ത് കോഴിക്കോടാണ്. അപ്പം പിന്നെ അല്ലാണ്ട് എനിക്ക് കോഴിക്കോടായിട്ടുള്ള ഒരു കണക്ഷൻ 3-4 കൊല്ലം ഇവിടെ പഠിച്ചതാണ്. സെൻറ്റ് ജോസഫിൽ 1.5 കൊല്ലവും ക്രിസ്ത്യൻ കോളേജിൽ 2 കൊല്ലവും. അതല്ലാണ്ട് എനിക്ക് വലിയ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് പിന്നെ ദുബായിലായിരുന്നു. അതുകൊണ്ട് കുറേ അങ്ങനെ കോഴിക്കോടുമായിട്ട് കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ മലയാളം കൾച്ചറുമായിട്ട് കണക്ഷൻ ഉണ്ട്, കേരളമായിട്ട് കണക്ഷൻ ഉണ്ട്, ഫ്രണ്ട്സ് ഇതൊക്കെയാണ്. പിന്നെ അല്ലാണ്ട് വലിയ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ മെയിൻലി ബാംഗ്ലൂർ, ചെന്നൈ, ദുബായ്, മോസ്കോ, ലണ്ടൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു എൻ്റെ ലൈഫ് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അപ്പോൾ 2017 മുതൽ ഞാൻ ഇവിടെയുള്ള ഏജൻസികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ RNനെ പരിചയപ്പെട്ട്, എക്സ്പ്രസോനെ പരിചയപ്പെട്ട്, അങ്ങനെ കുറച്ച് ഏജൻസികളെ പരിചയപ്പെട്ട് ഓരോമായിട്ട് ഇൻട്രാക്ഷനും ആസ് എ ക്രിയേറ്റീവ് ഡയറക്ടർ ഓരോ മെൻറ്റോർ ചെയ്യുകയും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഗോവയിൽ പോയപ്പം ഞാൻ പിന്നെ 2018 മുതൽ 2021 വരെ ഗോവയിലായിരുന്നു. ഗോവയിൽ എൻ്റെ ഒരു എക്സ് ബോസ് ഉണ്ട്. പുള്ളിക്ക് അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ ഡിസൈനും കമ്മ്യൂണിക്കേഷൻ ഡിസൈനും ഇമേജിങ് ഒക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നൊരു സ്റ്റുഡിയോ ഉണ്ട് പുള്ളിക്ക്. ഞാൻ അതിൻ്റെ ഡിസൈൻ ഡയറക്ടറായിരുന്നു 3 കൊല്ലം. അപ്പം പിന്നെ അപ്പോൾ ക്ലബ് ഹൗസിൽ ഞാൻ സമയം കിട്ടുമ്പോൾ സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എഴുതാനും താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടിൽ നിന്നാണ് പിന്നെ ഞാൻ കോഴിക്കോട് വന്നപ്പോൾ ഇവിടെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ 2017, 18, 19 ഇൻട്രാക്ട് ചെയ്തപ്പം പിന്നെ വീണ്ടും 2021, 22, 23, 24 ഇവിടെ ഫുൾ ടൈം ആവാൻ തുടങ്ങി. പിന്നെ പാരൻസിനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ ഒരു പീരീഡിൽ എനിക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ലാക്ക് ചെയ്യുന്നു. ഇൻഡസ്ട്രീൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് ആൾക്കാരോട് പറയാം എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് ആ റീൽസ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം പിന്നെ അതിന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അന്നെന്താ തോന്നിയാൽ പറയും. അപ്പോൾ അതാണ്. അപ്പോൾ പക്ഷെ അത് ഉണ്ടല്ലോ, സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നല്ല കേട്ടോ, ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് പറയുക. ഞാനതിന് സ്ക്രിപ്റ്റ് എഴുതി ഞാനൊരു അഡ്വർടൈസിങ് പ്രോസസ്സിലൂടെ ഇത് പോകുന്നത്. മനസ്സിലായില്ലേ? ടാർഗറ്റ് ഓഡിയൻസിൻ്റെ വ്യക്തമായ ധാരണ ഉണ്ട്.
പിന്നെ എന്ത് ഉക്കിടണമെന്ന് പ്ലാൻ ഉണ്ട്, റീല് പിന്നെ എങ്ങനെ എഴുതണം എന്നുണ്ട്. അപ്പോൾ അത് എഴുതി പിന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ 2-3 പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ടാണ് ശരിയാവുന്നത്. അല്ലാണ്ട് ഞാൻ വലിയ മോഹൻലാലൊന്നല്ല. ഒരു ഡയലോഗ് കൊടുക്കുമ്പോഴേ അങ്ങനത്തെ ആൾക്കാർ ഭയങ്കരമാണ്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അതാണ് ഇപ്പോൾ മോഹൻലാൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്, മമ്മൂട്ടിയാണ്, എല്ലാം കുറേ ആക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര അങ്ങനെ ഒരു കഴിവുണ്ട്. ഒരു ഡയലോഗ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നാലെ പറയും, അത് മറക്കൂല, അത് മാറൂല്ല. അതും ഒരു കഴിവാണ്. അപ്പോൾ അങ്ങനെയാണ് റീല്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എഴുതി സ്ക്രിപ്റ്റാക്കി മാറ്റി അത് വായിച്ച് പഠിച്ച് അങ്ങനെയാണ് പറയുന്നത്. അതെ അതെ, ക്യൂസും ഉണ്ട്, വിഷ്വൽ ക്യൂസും ഉണ്ട്. ക്യൂസും ഇടും. അടുത്തെന്താ പറയേണ്ടതെന്ന് അവിടെ ഇതിൽ വരും. അതാണ്. ഓക്കെ, അപ്പോ നജീബ് ഖാന്റെ ആ ഒരു ജേണിയാണ് നമ്മൾ കേട്ടത്. 28 വർഷമായിട്ട് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നജീബ് ഖാൻ. അപ്പോ നജീബ് ഖാക്ക് വേണ്ടി എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാം. നജീബ് ഖാൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.